ഇനി അറബിക് കലോത്സവത്തിൽ നിറസാന്നിധ്യമായ ഒരു കൂട്ടം മത്സരാർത്ഥികളെ പരിചയപ്പെടാം. കണ്ണൂര്, തൃശ്ശൂര്, കോഴിക്കോട് അടിച്ചു കയറുവാണല്ലോ. മക്കളെ ഇരുന്നോട്ടെ. മക്കളെ എവിടുന്നാ? We are from Kashmir. ഓ, കശ്മീർ. 14 ജില്ല, അതിൽ കശ്മീരുണ്ട്. So you are actually coming from Kashmir? Yes, really, we are from Kashmir. So where are you studying? Now we are studying in Markaz. Markaz? Yeah, Karanur, Kozhikode. ഓ, കോഴിക്കോട്. ഓ, അപ്പൊ കോഴിക്കോടിനെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുവാണ് എല്ലാവരും. യുവർ ടീച്ചർ? Our teacher is Ahmed sir. Shakir sir. സാറേ ഒന്നിരി. ഞാൻ കേട്ടപ്പോഴേ ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഈ കാശ്മീർ കേരളത്തിൻ്റെ ഭാഗമാണ്. കാശ്മീരിൽ നിന്ന് പിള്ളേർ വന്നപ്പോഴേ. അപ്പോൾ എന്താ ഇതിൻ്റെ പരിപാടി? ഇവരെ ഏതൊക്കെ ഇനങ്ങളിലാണ് മത്സരിച്ചത്? ഇവർ സ്റ്റോറി റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ്, സ്പീച്ച് കോമ്പറ്റീഷൻ എല്ലാത്തിനും മത്സരിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഉണ്ട്. ഓ, തകർപ്പം പിള്ളേരാ. നല്ല കഴിവുള്ള മക്കളാണ്, നല്ല സ്കിൽഡ് പേഴ്സൺസാ. അവരുടെ സ്പീച്ചൊക്കെ നമ്മൾ ഞെട്ടിപ്പോവും. ഉറുദു സ്പീച്ച് കോമ്പറ്റീഷൻ, സദസ് മുഴുവൻ കൈയടിക്കല്ലേ. അടിപൊളി. അപ്പൊ എല്ലാരും പൊളിയാ. ഇതിൽ ആരൊക്കെ ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുത്തത്? Which item? My item is Urdu story writing. Urdu story writing? Yes. So you are a writer? Yeah. Oh, so we can expect you in film writing and all in future? Inshallah, I will write some stories in Urdu about this Kerala and some others about poverty and bad using of social media. Like this topic, inshallah, I will write. Where is your proper place in Kashmir? Jammu. I'm also from Jammu and Jammu. district Poonch. Yes. Okay. Next, you? I am from Poonch. Poonch? Yes. I am also from Poonch. So you both are from Poonch and this both are from Jammu. Okay. അപ്പോൾ ഇവര് പ്രസംഗം, ഈ ഗോഡ് സബ്ജക്റ്റ് ഡ്രഗ് അഡിക്ഷൻ, അതിലാണല്ലേ? ഐശ്വരി. അപ്പം ഈ ലഹരി വിരുദ്ധമായി അല്ലെങ്കിൽ ലഹരി വിരുദ്ധത, ലഹരിക്കെതിരെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായി എഴുതി കൊടുത്തിരിക്കുകയാണ് ഈ മിടുക്കൻ, അല്ലേ? സ്പീച്ച്. അതെ, സ്പീച്ച്, പ്രസംഗമാണല്ലേ, പ്രാസംഗികനല്ലേ, തീപ്പൊരി പ്രാസംഗികൻ. We say that fiery speech. So you had delivered a fiery speech. आज मुझे जो मौजू मिला था, जो उन्वान मिला था एक तकरीर करने का, वो था नशा. तो आप देखो, मैं एक नशे को, इस तकरीर को एक शायर से शुरू करना चाहता हूँ कि जहाँ देखो नशे के बीमार बैठे हैं, हज़ारों मर गए लाखों तैयार बैठे हैं, कर दिया अपनी ज़िंदगी नशे के पीछे बर्बाद, फिर कहते हैं हकीम जी दुआ कीजिए बीमार बैठे हैं ताकि हमारा वतन आबाद रहे और नशे से बचते रहें. तो मैं ये कहना चाहता हूँ कि नशे से हमेशा बचना चाहिए. तो मैंने अपनी तकरीर में भी यही कहा. അപ്പം സാറേ, ഭാവിയിൽ നമ്മുടെ നിയമസഭയിലെ ഒരു കാശ്മീർ സാന്നിധ്യം പ്രതീക്ഷിക്കാം, അല്ലേ? അതെ, അതേപോലെ ഒരു എഴുത്തുകാരനെയും പ്രതീക്ഷിക്കാം. വേറെ ഏതൊക്കെയാ ഐറ്റം? Story writing Urdu. You are a writer? Yes. And you? And I'm poem writing. Urdu poem writing. Yes. ഓ, അങ്ങനെ കവിയും എഴുത്തുകാരും പ്രാസംഗികനും ഒക്കെയാണ്. സാറേ, എത്ര പേരാണ് അപ്പം വന്നിരിക്കുന്നത്? 7 പേരും പങ്കെടുത്തിട്ടുണ്ട്. 7 പേരുണ്ട്. ഇവർ ഇതേപോലെ അറബിക് കലോത്സവങ്ങളിലൊക്കെ ഇവർ നിറ സാന്നിധ്യം. അതെ. എല്ലാ ഉറുദു അടക്കം ഇംഗ്ലീഷും അറബിക്കും, അങ്ങനെ എല്ലാ ഐറ്റം, എല്ലാ ഇനങ്ങളിലും ഇവരുടെ മികവ് കാഴ്ചവെച്ചിരിക്കുകയാണ്. എന്തായാലും നൗഫൽ സാറാണ് ഒപ്പം ഉള്ളത്. അതുപോലെ അഹമ്മദ് സാറ്, ഷക്കീർ സാറ്, ഇവർ രണ്ടുപേരും നല്ല ട്രെയിനേഴ്സാണ്. പറഞ്ഞ ഉറുദു അധ്യാപകൻ ഇതാണ്. സാറിന്റെ പേര്? എൻ്റെ പേര് അഹമ്മദാണ്. എത്ര കാലമായിട്ട് മർക്കസിലുണ്ട്? കഴിഞ്ഞ 13 വർഷങ്ങളായി മർക്കസിൽ സേവനം ചെയ്യുന്നുണ്ട്. ഈ കാശ്മീരി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കലോത്സവങ്ങളിൽ നിറ സാന്നിധ്യമാണ്. കഴിഞ്ഞ 13 വർഷങ്ങളായി ഇവർ വിവിധ ഇനങ്ങളിൽ സ്റ്റേറ്റിൽ വിന്നേഴ്സാണ്. Bilal Ahmed. I am participating in Urdu poem writing. കവിയാണ്, കവിയും എഴുത്തുകാരനും. യു ഓൾസോ എ റൈറ്റർ? No, I am in Urdu speech. പ്രാസംഗികനാണ്. അവിടെയും പ്രാസംഗികൻ. നമുക്ക് 2 പ്രാസംഗികനുണ്ട്. ആ പ്രാസംഗികനെയാണ് നമ്മളൊന്ന് നോക്കി വെക്കേണ്ടത്. നിയമസഭയെ കാണാം ഭാവിയിൽ. അപ്പം Faizan Raza. Muhammad Janid. Umar Shoaib. ആൻഡ് ഐറ്റം? Urdu essay writing. ഉറുദു എസ്സേ റൈറ്റിംഗ്, ഉപന്യാസത്തിലാണ്. അപ്പം ഒരു കഥയാണെങ്കിലും കവിതയാണെങ്കിലും വിശദമായൊരു എഴുത്താണെങ്കിലും എല്ലാത്തിനും കാശ്മീരിൽ നിന്നുള്ള പിള്ളേരുണ്ട്, നമ്മുടെ പിള്ളേർ.
അതെ, അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷം. ഇഷ്ഫാഖ് പോയിന്റ് കഥാരചന ഓ മലയാളം उर्दू സ്റ്റോറി ടോപ്പിക് टॉपिक बादलों को भी आंसू आए. The theme of my story is that one who effort that never fail in this life. അത് തന്നെയാണ്, തോറ്റുകൊടുക്കാത്ത മനുഷ്യൻ്റെ കഥ എഴുതാനാണ് പറഞ്ഞത് അല്ലേ? അതെ, അത്തരത്തിലുള്ള തോറ്റുകൊടുക്കാത്ത മനുഷ്യരാണ് ഈ ഇരിക്കുന്നത് മൊത്തം. കാശ്മീരിൽ നിന്നും ഇങ്ങറ്റം തിരുവനന്തപുരത്തെത്തി എ ഗ്രേഡും കൊണ്ടാണ് ഇവർ തിരിച്ച് കോഴിക്കോടേക്ക് പോകുന്നത്. എല്ലാവർക്കും എ ഗ്രേഡ്. ഈ നിരന്നിരിക്കുന്നതെല്ലാം കോഴിക്കോടിൻ്റെ മുത്തുമണികളാണ്, കാശ്മീരിൽ നിന്നുള്ള മുത്തുമണികൾ. അപ്പം അങ്ങനെയാണ് ഇവരുടെ കഥ. കാശ്മീരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഗോകുലിനോടൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.